ഇറാഖിലുള്ള അമേരിക്കൻ പൗരന്മാർക്ക് യുഎസിന്റെ ഇറാഖിലുള്ള എംബസി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇറാനിൽ നിന്നും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. വീണ്ടും പശ്ചിമേഷ്യ ഒരു ശക്തമായ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. അതേസമയം അമേരിക്കക്ക് ഈ യുദ്ധത്തിൽ വലിയ രൂപത്തിലുള്ള പരാജയം സംഭവിച്ചു എന്നാണ് അമേരിക്കയുടെ ലീഡേഴ്സിന്റെ പ്രസ്താവനകളിൽ നിന്നും ബോധ്യപ്പെടുന്നത്. ഇന്ന് വാർ മിനിസ്ട്രി സെക്രട്ടറി ഹെക്സത്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. നെതന്യാഹു ഡ്രാഗഡ് യുഎസ് ഇൻടു ഇറാൻ വാർ. നെതന്യാഹു ആണ് അമേരിക്കയെ ഇറാനുമായുള്ള യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചത് എന്ന ഒരു പ്രയോഗമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതേസമയത്ത് ട്രംപ് എല്ലാം മുന്നിൽ നിന്ന് ചെയ്യുകയും ചെയ്തു എന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയും സമാനമായ പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിലേക്ക് എന്നെയും വലിച്ചിഴച്ചിട്ടുണ്ട്, അതേസമയം അത്തരം ഒരു സമീപനത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല എന്നാണ് ഒബാമ പറയുന്നത്. നമുക്കറിയാം, അമേരിക്കയുടെ സെക്രട്ടറി ആയിരുന്ന ജോൺ കെറി പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റുമാരെ ഇസ്രായേൽ സമാനമായ രീതിയിൽ നെതന്യാഹു ഇറാനുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷെ അവരെല്ലാം ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ, പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കും എന്ന് മനസ്സിലാക്കി അവരാരും ഈ യുദ്ധത്തിലേക്ക് കടന്നിരുന്നില്ല. അതേസമയത്ത് ട്രംപ് ഒന്നും ചിന്തിക്കാതെ ഈ യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചിഴച്ചിരിക്കുന്നു എന്നാണ് പ്രസ്താവന നടത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോയതിനു ശേഷം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത് അമേരിക്കയ്ക്ക് ഇറാനുമായിട്ടുള്ള ഈ യുദ്ധത്തിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അമേരിക്ക ഇപ്പോൾ ഊരാക്കുടുക്കിലാണ്, രക്ഷപ്പെടാൻ കഴിയാത്ത വലിയൊരു ഗർത്തത്തിൽ വന്ന് പതിച്ചിരിക്കുന്നു എന്ന സൂചനയാണ് ഈ ഘട്ടങ്ങളിൽ സമാനമായ പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് ലോകം മനസ്സിലാക്കുന്നത്. ഈ യുദ്ധത്തിൽ ഇറാൻ ഒതുക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾക്ക് പ്രസക്തിയില്ല. ഞങ്ങളോടെല്ലാം ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു, പക്ഷെ ഞങ്ങൾ എല്ലാവരും അത് തള്ളിക്കളഞ്ഞു എന്ന് മുൻ പ്രസിഡന്റുമാർ അല്ലെങ്കിൽ അമേരിക്കയുടെ മുൻകഴിഞ്ഞ ലീഡർമാർ അങ്ങനെ ഒരു പ്രസ്താവന നടത്തുകയില്ല. പക്ഷെ ഞങ്ങൾ നടത്താത്തതിന് കാരണമുണ്ടായിരുന്നു. ആ കാര്യം ചിന്തിക്കാതെ ട്രംപ് ചാടി വീണു എന്ന് ട്രംപിനെ കുറ്റപ്പെടുത്തുന്നതാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ യുദ്ധം മുന്നോട്ട് പോയി മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ഈ പ്രസ്താവനകൾ എന്നത് വളരെ ഗുരുതരമായ ചില കാര്യങ്ങളിലേക്കാണ് അമേരിക്കയുടെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ, സൈനിക സംവിധാനങ്ങളുടെ ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അതേസമയം ഇറാനിൽ നിന്നും അമേരിക്കയിൽ നിന്നും വരുന്ന പ്രസ്താവനകൾ ഇപ്പോൾ പരസ്പര വൈരുദ്ധ്യമായി നിലനിൽക്കുകയാണ്. അമേരിക്കയുടെ 2 ഡിസ്ട്രോയറുകളെ ആക്രമിച്ചു, മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്നായിരുന്നു ഇറാൻ എന്ന് പറഞ്ഞിരുന്നത്. അതേസമയം ഈ പ്രസ്താവനയെ പൂർണ്ണമായും അമേരിക്ക തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. എന്നാൽ അമേരിക്ക 6 സ്പീഡ് ബോട്ടുകൾക്ക് നേരെ, റവല്യൂഷണറി ഗാർഡിന്റെ ബോട്ടുകൾക്ക് നേരെ ആക്രമണം നടത്തി എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനെ പൂർണ്ണമായും ഇറാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇറാനിലുള്ള സാധാരണ സിവിലിയന്മാർ ഉപയോഗിച്ചിരുന്ന ബോട്ടിന് നേരെയാണ് അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നത്. 5 പേർ അതിൽ വധിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ഇറാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ രാത്രിയിൽ പ്രഭാതത്തോടടുത്ത സമയം UAE അതിശക്തമായ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തി. UAE തീരപ്രദേശമായ ഫുജൈറയിലായിരുന്നു ആക്രമണം. ഈ ആക്രമണത്തെക്കുറിച്ച് UAE ഇറാനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്ത് വരുമ്പോൾ ഇറാന്റെ IRGC പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു ആക്രമണം UAE നടത്തിയിട്ടില്ല എന്നാണ്. എങ്ങനെ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് ഇപ്പോൾ ഇറാൻ അമേരിക്ക ആക്രമണങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ധാരാളം പരസ്പര വിരുദ്ധമായ വാർത്തകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും അമേരിക്കയും ഇറാനും ഒരു വലിയ യുദ്ധത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ നീങ്ങുന്നത് എന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് ഇതിലൂടെയെല്ലാം ലഭിക്കുന്നത്.